തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് 2 ബെഡ്റൂം മാത്രമുണ്ടായിരുന്ന ഒരു ചെറിയ വീട്ടിൽ താമസിച്ച് രാത്രികാലങ്ങളിൽ സഹോദരൻ്റെ കൂടെ ലിവിംഗ് റൂമിൽ ഉറങ്ങി ഒടുവിൽ നന്നായി പഠിച്ച് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായി ഗൂഗിൾ എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന വ്യക്തിയായിരുന്നു സുന്ദർ പിച്ചൈ. ഇന്നിപ്പോൾ അദ്ദേഹം വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് ഫോബ്സ് പട്ടിക പ്രകാരം ഒരു മാസം 1 കോടിയിലധികം ഇന്ത്യൻ രൂപയാണ്. എന്നാൽ എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്? നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കഥയാണ്, കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണാനും കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. 1972 ജൂലൈ മാസം 12-ന് അന്നത്തെ മദ്രാസിൽ, ഇന്ന് നമ്മൾ പറയുമ്പോൾ ചെന്നൈയിലാണ് സുന്ദർ പിച്ചൈ ജനിക്കുന്നത്. ഒരു ഇടത്തരം കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷെ അമ്മയ്ക്കും അച്ഛനുമെല്ലാം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അച്ഛൻ രഘുനാഥ പിച്ചൈ ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ GECയിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അമ്മ നന്നായിട്ട് എഴുതാനെല്ലാം അറിയുന്ന ഒരു സ്റ്റെനോഗ്രാഫർ ആയിരുന്നു. സഹോദരൻ്റെ കൂടെ പലപ്പോഴും ലിവിംഗ് റൂമിലാണ് രാത്രി കാലഘട്ടങ്ങളിൽ ഈ കുട്ടി ഉറങ്ങിയിരുന്നത് പോലും. അതായത് സ്വന്തമായിട്ട് ഒരു ബെഡ്റൂം പോലും ചെറുപ്പ കാലഘട്ടങ്ങളിൽ സുന്ദർ പിച്ചൈക്ക് ഇല്ലായിരുന്നു. എന്തായാലും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നു എന്ന് മാത്രമല്ല, തുലനം ചെയ്യാൻ സാധിക്കാത്ത അസാധാരണമാം വിധമുള്ള ഓർമ്മശക്തിയും ഈ കുട്ടിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. നമുക്കറിയാം, ആ സമയത്ത് 1970-80 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ടെലിഫോൺ എല്ലാം നന്നായിട്ട് വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് ഈ കുട്ടിക്ക് ഒരുപാട് നമ്പറുകൾ കാണാതെ അറിയായിരുന്നു. ഒരുപാട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാരുടേതാവട്ടെ ബന്ധുക്കളുടേതാവട്ടെ ആരുടെ നമ്പറും ഒരു പ്രാവശ്യം ഈ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടും ആ നമ്പർ റീകളക്ട് ചെയ്ത് പറയാൻ പറ്റും. അത്രത്തോളം ശക്തമായ ഒരു ഓർമ്മശക്തിയായിരുന്നു സുന്ദർ പിച്ചൈയുടെ പ്രത്യേകത. അതുകൂടാതെ കണക്കിലും ഫിസിക്സിലും മറ്റ് ശാസ്ത്ര വിഷയങ്ങളിലുമെല്ലാം നല്ല താല്പര്യമായിരുന്നു സുന്ദർ പിച്ചൈക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ല മിടുക്കനായ വിദ്യാർത്ഥിയായി ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. +2 ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് 1993-ൽ രാജ്യത്തെ തന്നെ ഏറ്റവും കഠിനമായ പരീക്ഷകളിൽ ഒന്നായ IIT-യുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഈ കുട്ടി എഴുതാൻ തയ്യാറാവുകയാണ്. 1993-ലാണ് ഈ പരീക്ഷ എഴുതുന്നത്. നമുക്കിപ്പം നോക്കിയാലും അറിയാം, IIT-യിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് സാധാരണ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അത്രത്തോളം കഠിനമായ പരീക്ഷയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച തലച്ചോറുകളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ശാസ്ത്ര വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലും ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് IIT എന്ന് വളരെ ചുരുക്കി നമുക്ക് പറയാവുന്നതാണ്. പല ആളുകളും ആ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, ചില ആളുകൾ വിജയിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ അത് കഠിനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ കുട്ടി ഈ പരീക്ഷ എഴുതുകയാണ്. ഗോരഖ്പൂർ IIT-യിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടുകയാണ്. IIT-യിൽ നിന്ന് നല്ല മാർക്കോടെ പാസ്സായ ശേഷം അമേരിക്കയിലെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ MSc മെറ്റീരിയൽ സയൻസിന് ഈ കുട്ടി അഡ്മിഷൻ നേടുകയാണ്. നല്ല വിദ്യാർത്ഥിയായി തന്നെ അവിടെ പഠിക്കുകയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, കോഡിങ്ങുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഒന്നുമല്ല പഠിക്കുന്നത്. കെമിസ്ട്രിയുമായി കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന, മെറ്റീരിയൽ സയൻസുമായി ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളാണ് സുന്ദർ പിച്ചൈ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ പഠിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായ ശേഷം MBAക്കാണ് സുന്ദർ പിച്ചൈ ചേരുന്നത്. അതും അമേരിക്കയിൽ തന്നെയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ MBAക്ക് വേണ്ടി ഈ വിദ്യാർത്ഥി ചേരുന്നു എന്ന് മാത്രമല്ല, അവിടങ്ങളിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് മാത്രം സമ്മാനിക്കപ്പെടുന്ന സൈബർ സ്കോളറും പാൽമർ സ്കോളറും അടക്കം നേടിയാണ് ഈ വിദ്യാർത്ഥി പാസ് ഔട്ട് ആവുന്നത്. നല്ല മാർക്കോടെ പാസ്സായത് കൊണ്ട് 2002-ൽ മക്കൻസെ ആൻഡ് കമ്പനിയിൽ, ഒരു അമേരിക്കൻ കമ്പനിയാണ്, അവിടെ ഇദ്ദേഹം ജോലിക്ക് കയറുകയാണ്. അവിടെ 2 വർഷം ജോലി ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ജോലി ചെയ്യുന്നത്. MBA കഴിഞ്ഞു, മെറ്റീരിയൽ സയൻസ് പഠിച്ചു. അതിനു മുൻപ് നല്ല രീതിയിൽ എഞ്ചിനീയറിംഗും പാസ്സായിട്ടുണ്ട്. എന്തായാലും 2 വർഷത്തിന് ശേഷം, അതായത് 2004 ഏപ്രിൽ മാസം 1-ാം തീയതി ഇദ്ദേഹം ഗൂഗിളിൽ ജോയിൻ ചെയ്യുകയാണ്. ഈ 2004 ഏപ്രിൽ മാസം 1 എന്ന് പറയുമ്പോൾ ആ തീയതിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ഏപ്രിൽ 1 വെഡ്ഡിദിനമാണല്ലോ, ഏപ്രിൽ ഫൂൾ ആണല്ലോ എന്നെല്ലാമാണ്. എന്നാൽ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തീരുമാനം നടപ്പിലാക്കിയ ഒരു ദിവസമായിരുന്നു 2004 ഏപ്രിൽ 1. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന Gmail ആദ്യമായി ഗൂഗിൾ ലോഞ്ച് ചെയ്ത ഒരു തീയതിയായിരുന്നു 2004 ഏപ്രിൽ 1.
എന്താണെങ്കിലും ഒരു നിയോഗം പോലെ ഗൂഗിളിന്റെ വളർച്ചയ്ക്ക് പിൽക്കാലത്ത് വളരെയധികം സംഭാവനകൾ നൽകിയ ഈ സുന്ദർ പിച്ചൈ ജോയിൻ ചെയ്ത അതേ ദിവസം തന്നെ ഗൂഗിളിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു പ്രൊഡക്റ്റ് കൂടെ ഗൂഗിൾ പുറത്തേക്ക് വിടുകയാണ്. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം ഗൂഗിളിൽ വർക്ക് ചെയ്യുകയാണ്. MBA പഠിച്ചത് കൊണ്ട് പ്രൊഡക്റ്റ് മാനേജറായിട്ട് ജോലിക്ക് കയറി അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ജോലിയിലേക്ക് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുകയാണ്. ആ സമയത്ത് ഗൂഗിൾ മാപ്പും ജിമെയിലുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ആ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം കാഴ്ചവെക്കുന്നത്. അധികം കാലമൊന്നും കഴിഞ്ഞില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം പ്രൊഡക്റ്റ് ചീഫ് ആവുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹം പുതിയ കുറേ പദ്ധതികൾ ഗൂഗിളിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതായത് പറയാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, പ്രൊഡക്റ്റ് ചീഫ് ആയിരിക്കുകയാണ്. ഈ സമയത്ത് ഗൂഗിളിന് സ്വന്തമായിട്ട് ഒരു ബ്രൗസർ വേണമെന്ന ആശയം ഇദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ ഗൂഗിളിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ അധികം ആളുകളൊന്നും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഗൂഗിളിൻ്റെ CEO ആയിരുന്ന അക്കാലഘട്ടങ്ങളിൽ ഗൂഗിളിൻ്റെ CEO ആയിരുന്ന എറിക് സ്മിത്ത് വളരെ പരിഹാസ്യത്തോടെയാണ് ഈ തീരുമാനത്തെ അല്ലെങ്കിൽ ഈ പുതിയ ആശയത്തെ കാണുന്നത്. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ മൈക്രോസോഫ്റ്റ് എക്സ്പ്ലോറർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന നമ്മളെല്ലാം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ബ്രൗസർ ആയിരുന്നു. ആ ബ്രൗസറിനെ തോൽപ്പിക്കുന്ന ഒരു ബ്രൗസറാണ് ഗൂഗിൾ ഇനി ഇറക്കേണ്ടത്. കാരണം ഗൂഗിൾ ഇറക്കുമ്പോൾ വെറുതെ ഒരു ആപ്ലിക്കേഷനായിട്ട് ഇറക്കിയിട്ട് കാര്യമല്ല, നിലവിലെ കോമ്പറ്റീഷനായി നിലനിൽക്കുന്ന മൈക്രോസോഫ്റ്റിനെ കവച്ചു വെക്കുന്ന പുതിയൊരു ടെക്നോളജി ഗൂഗിൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ധാരാളം പണം ചിലവാകുന്നതാണ്. ഗൂഗിള് സ്വാഭാവികമായിട്ടും കോടിക്കണക്കിന് രൂപ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ നന്നായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ട റിട്ടേൺ ഉണ്ടാവില്ല എന്ന് ആ കാലഘട്ടങ്ങളിൽ ഗൂഗിളിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുകളെല്ലാം കരുതി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയം ഒരു പരിഹാസമായിട്ട് മാറുകയാണ്. പക്ഷേ അദ്ദേഹം തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. തൻ്റെ ആശയത്തിൽ ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇദ്ദേഹം പിന്നീട് സമീപിക്കുന്നത് ഗൂഗിളിൻ്റെ ഉടമസ്ഥരായ ഫൗണ്ടേഴ്സായ ലാറി പേജിനെയും സെർഗേ ബ്രില്ലിനെയുമായിരുന്നു. അവർ ഈ ആശയം കേട്ട സമയത്ത് വല്ലാതെ ഇംപ്രസ്ഡ് ആവുകയാണ്. അവർ പറയുന്നു, ശരി എങ്കിൽ ഇങ്ങനെ ഒരു ബ്രൗസർ ഉണ്ടാക്കൂ. വാസ്തവത്തിൽ ഗൂഗിളിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ, ഗൂഗിളിൻ്റെ ഫ്യൂച്ചർ തന്നെ തിരുത്തി എഴുതിയ ഒരു തീരുമാനമായിരുന്നു ഒന്ന് സംഭവിച്ചത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോമിൻ്റെ ജനനം അങ്ങനെയാണ് സംഭവിക്കുന്നത്. സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ്റെ തലച്ചോറിൽ ഉദയം ചെയ്ത ഒരു ആശയമായിരുന്നു ഗൂഗിൾ ക്രോം. പിന്നീട് ഗൂഗിളിൻ്റെ എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റുകളും എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഈ ഗൂഗിൾ ക്രോം വിജയിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അധികം വൈകിയില്ല, 2008 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഗൂഗിൾ ക്രോം ലോഞ്ച് ചെയ്യുകയാണ്. നമുക്കറിയാം ഗൂഗിൾ ക്രോം വിജയിച്ചോ ഇല്ലയോ എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്നിപ്പോൾ ഒരു പക്ഷേ കമ്പ്യൂട്ടർ വഴിയാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ ക്രോം തന്നെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അധികം വൈകാതെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗസറായിട്ട് ഗൂഗിൾ ക്രോം വളർന്നു വരികയാണ്. ഈ ഗൂഗിൾ ക്രോമിൻ്റെ വിജയത്തോടു കൂടി സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന പേര് മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളിലും മുഴങ്ങി കേൾക്കുകയാണ്. ഇത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നു എന്ന് അവരെല്ലാവരും തിരിച്ചറിയുന്നു. പിന്നീട് ഗൂഗിൾ ക്രോമുമായി ചേർന്ന് ക്രോമിൻ്റെ OS, ക്രോം ബുക്ക്, ക്രോം കാസ്റ്റ്, അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ ഗൂഗിൾ ഉണ്ടാക്കുകയാണ്. അതിൽ പലതും വലിയ ലാഭമാണ് ഗൂഗിളിന് നേടിക്കൊടുക്കുന്നതും. 2008 തന്നെ തൻ്റെ ഈ പ്രവർത്തന മികവ് കൊണ്ട് വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആയിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടുകയാണ്. അന്നോളം ഗൂഗിളിൻ്റെ വളർച്ചയിലെ പ്രധാന ഘടകങ്ങളായി അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റിനെയും അവരുടെ ടെക്നോളജിയെയും മറ്റ് സിസ്റ്റങ്ങളെയും എല്ലാം കണക്കിലാക്കിയപ്പോൾ അന്ന് തൊട്ട് ഇന്ത്യയുടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ വീട്ടിൽ വളർന്ന് ലിവിംഗ് റൂമിൽ സഹോദരൻ്റെ കൂടെ ഉറങ്ങി പിന്നീട് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഒരു ചെറുപ്പക്കാരൻ്റെ പേരും ഗൂഗിളിൻ്റെ വളർച്ചയുടെ പ്രധാന ഘടകങ്ങളിലൊന്നായി പരിഗണിക്കപ്പെട്ടു. ആ മനുഷ്യൻ്റെ പേരായിരുന്നു സുന്ദർ പിച്ചൈ. 2012 ക്രോമിൻ്റെയും മറ്റ് ആപ്ലിക്കേഷനുകളുടെയും സീനിയർ വൈസ് പ്രസിഡന്റായി ഇദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് 2014 ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ് ഹെഡായിട്ടും ഇദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടുന്നു. അതേ വർഷം തന്നെ ഗൂഗിളിൻ്റെ ആനുവൽ ഡെവലപ്പർ കോൺഫറൻസിൽ വെച്ച് ഇദ്ദേഹമായിരുന്നു ഗൂഗിളിൻ്റെ മിഷനെക്കുറിച്ചും വിഷനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമെല്ലാം ആളുകളോട് സംവദിച്ചതും സംസാരിച്ചതും. ആ സംഭവത്തോടു കൂടി ഇദ്ദേഹം ഒരു ബുദ്ധിജീവി മാത്രമല്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണെന്ന് കൂടി
ലോകം തിരിച്ചറിയാണ്. അങ്ങനെ മറ്റ് കമ്പനികളിൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കണമെന്ന താല്പര്യം വരികയാണ്. കാരണം ആളുകൾ ഒരു പക്ഷേ അന്നോളം വിചാരിച്ചിരുന്നത് ഇദ്ദേഹം കുറച്ച് ബുദ്ധിജീവിയാണ്, അത്ര സംസാരിക്കാനൊന്നും അറിയാൻ സാധ്യതയില്ല എന്നെല്ലാമാണ്. പക്ഷേ അദ്ദേഹം വളരെ മികച്ച ഒരു ഒറേറ്ററാണെന്ന് അദ്ദേഹം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ ഗൂഗിൾ കൊടുത്ത ശമ്പളത്തിലധികം വാഗ്ദാനം ചെയ്ത് ട്വിറ്റർ ഇദ്ദേഹത്തിന് ജോലി വാഗ്ദാനം ചെയ്യുകയാണ്. ട്വിറ്ററിൻ്റെ പ്രൊഡക്റ്റ് വൈസ് പ്രസിഡന്റായി ഇദ്ദേഹത്തിന് ജോലി വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ഇദ്ദേഹം ആ ജോലി നിരസിക്കുകയാണ്. ഗൂഗിളിൽ തന്നെ തുടർന്നാൽ മതിയെന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ടെക്നോളജി രംഗത്ത് വലിയ ഭീമന്മാരായി നിലനിന്നിരുന്ന മൈക്രോസോഫ്റ്റിൻ്റെയും ഇതേ ട്വിറ്ററിൻ്റെയും CEO സ്ഥാനം പോലും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. ഗൂഗിളിനേക്കാളും വലിയ പൊസിഷൻ, അതിലും വലിയ ശമ്പളം. എന്നിട്ടും ആ പൊസിഷനിലേക്ക് അദ്ദേഹം പോവാൻ തയ്യാറായില്ല. ഗൂഗിളിനോട് വളരെയധികം ലോയലായി ഗൂഗിളിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹം ഗൂഗിളിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. 2015 ഓഗസ്റ്റ് 10 ഇന്ത്യക്കാരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട്, ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനമായിക്കൊണ്ട് ഗൂഗിൾ പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ തലപ്പത്തേക്ക് CEO സ്ഥാനത്തേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. ഇദ്ദേഹം ആ സ്ഥാനം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, തമിഴ്നാട്ടിലെ മദ്രാസിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് സാധാരണക്കാരനെ പോലെ വളർന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് തൻ്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് വളരെ വലിയ നേട്ടമാണ് ആ മനുഷ്യൻ സ്വന്തമാക്കിയത്. പിന്നീട് നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചതുപോലെ 2019 ആയ സമയത്ത് ഗൂഗിളിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായ ആൽഫബെറ്റിൻ്റെ CEO സ്ഥാനവും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഫോബ്സ് മാഗസിൻ്റെ ഒരു പട്ടിക പ്രകാരം, അല്ലെങ്കിൽ ഒരു കണക്ക് പ്രകാരം, ഒരു മാസം 1 കോടി രൂപയിലും അധികമാണ് അദ്ദേഹം ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ കണക്ക് മാത്രമാണ്. എക്സാക്റ്റ് കണക്ക് പ്രോജക്റ്റിനനുസരിച്ച് മാറുന്നതാണ്. കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ബോണസുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. അദ്ദേഹത്തിന് എത്ര ശമ്പളം കൊടുത്താലും അത് പോരാ എന്ന് ഗൂഗിളിന് അറിയാം. കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ള, അത്രയും അടിപൊളിയായിട്ടുള്ള, കൂടുതൽ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ബ്രെയിനിനെ തങ്ങളുടെ കമ്പനിയിൽ കിട്ടാൻ വേണ്ടി ഏതൊരു വലിയ കമ്പനിയും ആഗ്രഹിക്കുന്നതാണ്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. സുന്ദർ പിച്ചൈയുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് കാണാനിടയായിട്ടുണ്ട്. പല സമയത്തും മറ്റ് കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ പോലെ അല്ല അദ്ദേഹം എന്നാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് പറഞ്ഞാലും അദ്ദേഹം കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. വലിയ വലിയ മനുഷ്യന്മാരാണ്, നമ്മളൊന്നും പോയിട്ട് ഇൻ്റർവ്യൂ ചോദിച്ചാൽ തരുമെന്നല്ല. വലിയ വലിയ കമ്പനികൾ ഏത് സമയത്താണ് ഇൻ്റർവ്യൂവിന് സ്യൂട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉച്ച സമയവും വൈകുന്നേര സമയവും ഇനി രാത്രിയാണെങ്കിൽ പോലും അദ്ദേഹം അതിലെല്ലാം തയ്യാറാവാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ ഇൻ്റർനെറ്റിൽ കാണുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല, അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഇന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ വളരെ ചുരുക്കി സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന, നമുക്ക് എല്ലാവർക്കും പ്രചോദനമാവേണ്ട, കുട്ടികൾ കേട്ട് വളരേണ്ട ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 47-48 വയസ്സായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടി എന്താണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻ്റ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.